മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈലി ന്യൂസിൽ. പ്രധാന വാർത്തകൾ. മുംബൈയിൽ പാചക പ്രതിസന്ധി രൂക്ഷമാകുന്നു. വാണിജ്യ പാചകവാതകത്തിന്റെ വിതരണം കുറഞ്ഞതോടെ നഗരത്തിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും കടുത്ത പ്രതിസന്ധിയിലായി. ഗ്യാസ് ലഭ്യത ഉടനെ മെച്ചപ്പെട്ടില്ലെങ്കിൽ നഗരത്തിലെ വലിയൊരു വിഭാഗം ഹോട്ടലുകളും അടച്ചിടൽ ഭീഷണിയിൽ. മുംബൈയിൽ കഴിഞ്ഞ 2 ദിവസമായി വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം ഗണ്യമായി കുറഞ്ഞതോടെ ഹോട്ടൽ മേഖല കടുത്ത പ്രതിസന്ധിയിലായി. നഗരത്തിലെ 20% ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. ഗ്യാസ് വിതരണം സാധാരണ നിലയിലായില്ലെങ്കിൽ അടുത്ത 2 ദിവസത്തിനുള്ളിൽ നഗരത്തിലെ 50% ഹോട്ടലുകളും അടച്ചിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. सब परेशान हो गए हैं. होटल में जो नाश्ता करने आते हैं बुका पे, तो उनको अभी सब होटल बंद हुआ तो लोग खाएगा कैसा. ചെറുകിട ഹോട്ടലുകളും വഴിയോര കച്ചവടക്കാരുമാണ് ഏറെ ദുരിതത്തിലായത്. हम लोग इधर होटल में काम करते हैं, अभी होटल गैस नहीं मिलता है, ये नहीं मिलता है, हमको अभी किधर हमारा परिवार कैसा चलेगा. सेठ बोलता है होटल बंद करेगा, ये करेगा, हम दूसरा काम हम लोग को मालूम नहीं है, हम क्या करेगा. अभी गैस मिलेगा तो हमारा होटल चलेगा, होटल चलेगा तो हमारा परिवार चलेगा. हम अभी गरीब आदमी, हम क्या करेगा, किधर जाएगा. ദിവസവേതനക്കാരായ തൊഴിലാളികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്ന ചെറിയ മെസ്സുകളും ഹോട്ടലുകളും അടച്ചിടൽ ഭീഷണിയിലാണ്. हमारा ये छोटा सा पोली भाजी केंद्र है, इसमें सिलेंडर नहीं रहेगा तो बहुत सारा लोग जो काम करते हैं, 2-4 लेडीज लोग, वो भी साधारण लोग है, बहुत गरीब है. കച്ചവടം മുടങ്ങുന്നതിനേക്കാൾ ഇവരുടെയെല്ലാം ആശങ്ക ദിവസേന ഭക്ഷണത്തിനായി എത്തുന്ന നൂറുകണക്കിന് തൊഴിലാളികളെ കുറിച്ചാണ്. और कंपनी से जो बैचलर लोग आते हैं वो लोग खाने के लिए, उनके पास भी खाने के लिए कोई संस्था नहीं है, इसीलिए वो इधर आते. മുംബൈയിൽ വടാപാവ് വിൽപ്പനയും കടുത്ത പ്രതിസന്ധിയിലായി. ഔട്ട്ഡോർ ജോലികൾ ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയം കൂടിയാണ് ഈ ജനകീയ ഭക്ഷണം. ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെ നിരവധി ഹോട്ടലുകൾ മെനു ഇനങ്ങൾ കുറച്ചും പ്രവർത്തന സമയം ചുരുക്കിയും പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് മുൻഗണന നൽകുന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ തൊഴിലാളികളുടെ നഗരമായ മുംബൈയിൽ വലിയൊരു വിഭാഗം ജീവനക്കാർ വിശപ്പടക്കാൻ ചെറുകിട മെസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. सरकार को मिलती है तो गैस मिलना चाहिए, मिलेगा तो हम लोग को खाने को मिलेगा और गिराक को भी मिलेगा, यही हमारा मिलती है. പാചകവാതക പ്രതിസന്ധി ഉയർന്നതോടെ കരിഞ്ചന്ത വിപണിയും സജീവമായി. ഇതോടെ ചെറുകിട കച്ചവടക്കാർക്ക് പാചകവാതകം കയ്യെത്താ ദൂരത്തായി. പാചകവാതകത്തിന് മഹാരാഷ്ട്രയിൽ ക്ഷാമമില്ലെന്നും ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. അതേസമയം മുംബൈയിലെ പല ഭാഗങ്ങളിലും വീടുകളിൽ പാചക വിതരണം മുടങ്ങിയതോടെ ആശങ്കയൊഴിയാതെ വീട്ടമ്മമാർ. മുംബൈയിൽ പൈപ്പ് ലൈൻ വഴിയുള്ള പാചകവാതകത്തിനും ഹോട്ടലുകൾക്കും നിയന്ത്രണം. നഗരത്തിൽ ഗാർഹിക ഉപയോഗങ്ങൾക്ക് പുതിയ ബുക്കിംഗ് നിർത്തിയതോടെ ആശങ്കയിലാണ് വീട്ടമ്മമാരും. ഗ്യാസിന്റെ പ്രശ്നം പറയുന്നത് യുദ്ധമൊക്കെ ആയിട്ട് ഇൻഡയറക്ട്ലി ഇറ്റ് ഓൾസോ എഫക്റ്റസ്, ദാറ്റ്സ് ഫോർ ഷുവർ. ഇൻഡയറക്ട്ലി ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ ഭയങ്കര വിഷമമാണ്. ടി വിയിൽ കുറേ കാണാനുണ്ട്, കുറേ ചാനൽസിലൊക്കെ. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ട്. പക്ഷെ ലെറ്റ് us see, ഗവൺമെൻറ് പറയുന്നുണ്ട് പേടിക്കാനില്ല, സപ്ലൈ ഈസ് ദെയർ, ബട്ട് ഐ ഡോണ്ട് നോ. നിലവിൽ ഉപയോഗിക്കുന്നതിന്റെ 80% ഗ്യാസ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം. ഇതോടെ ഗ്യാസ് വിതരണ കമ്പനികളുടെ ഓഫീസുകൾക്ക് മുന്നിൽ നീണ്ട വരിയാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ യുദ്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത്ര വിചാരിച്ചില്ല. ഇപ്പോൾ ഓരോ ന്യൂസും കാണുമ്പോൾ നമുക്ക് പേടിയായി കൊണ്ടിരിക്കുകയാണ്. നാട്ടിലൊക്കെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വിറകടുപ്പോ വല്ലതൊക്കെ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഫ്ലൈറ്റിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്കതിന് യാതൊരു ഓപ്ഷനും ഇല്ല. പിന്നെ ഇപ്പോൾ കേൾക്കണ ന്യൂസ് അങ്ങനെയാണ്, ഒരു സിലിണ്ടർ കഴിഞ്ഞാൽ യു ഹാവ് ടു വെയിറ്റ് 1 month ഫോർ അതർ ബുക്കിംഗ്. അതൊക്കെ കൂടി വരുമ്പോൾ ഇനി എത്ര ദിവസം യുദ്ധം നീളണോ അത്രത്തോളം നമുക്ക് ടെൻഷൻ കൂടുകയാണ്. മുംബൈയിൽ എത്ര ബാച്ചുലേഴ്സ് ദേ ആർ വർക്കിംഗ് ഇൻ ദ നൈറ്റ് ആൻഡ് അപ് ടു ദ നൈറ്റ് ആൻഡ് കമ്മിങ് ബാക്ക്, അവർ ഹോട്ടലിൽ കഴിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ബൈ ചാൻസ് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വന്നാൽ വാട്ട് വിൽ ദേ ഡു? ഇറ്റ്സ് എ വെരി മച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഫോർ ദം. പിന്നെ അവർ എന്താ ചെയ്യുക? ബൈ ചാൻസ് ഈ സ്ട്രീറ്റ് ഫുഡിൽ എത്ര ഇതുണ്ട്, അവർക്കും എത്ര ബുദ്ധിമുട്ടാവുന്നുണ്ട്. മേ ബി വി ഹോപ്പ് യുദ്ധമൊക്കെ വേഗം കഴിഞ്ഞ് എല്ലാം സമാധാനം നോർമൽ ലൈഫിലേക്ക് എത്തട്ടെ. അതേസമയം പാചകവാതകത്തിന് മഹാരാഷ്ട്രയിൽ ക്ഷാമമില്ലെന്നും ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ये जो ईरान, इजराइल, अमेरिका जो वार शुरू है इस पर बारीकी से ध्यान रखे हुए हैं. किसी भी गैस का, ऑयल का शॉर्टेज ना हो, इसके ऊपर उनका ध्यान है. केंद्र सरकार बारीकी से ध्यान रखा हुआ है. കേന്ദ്ര സർക്കാർ ആഗോള സംഘർഷങ്ങൾ നിരീക്ഷിച്ച് രാജ്യത്ത് വാതകത്തിനോ ഇന്ധനത്തിനോ ക്ഷാമമുണ്ടാകില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ടെന്നാണ് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ പറയുന്നത്. और इसलिए इसमें कई लोग अफवाहें भी फैला रहे हैं, इसलिए झूठी अफवाहें कोई फैलाए नहीं. और जो हमारी नागरिक है उनको किसी भी तरह की तकलीफ ना हो
इसलिए इसके लिए राज्य सरकार केंद्र सरकार हम दोनों കോർഡിനേഷൻ में काम ആഗോള ഇന്ധന വിതരണ ശൃംഖലയെ ബാധിച്ച പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് LPG വിതരണത്തിൽ മുൻഗണന നൽകുമെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു.